സുഭാഷ്, ദുബായ് എയർപോർട്ടിൽ തന്നെ തിരക്കി ഒരാൾ വരും. അയാൾ തോട്ടത്തിൽ നിന്നാണോ എന്ന് ചോദിക്കും. അതെ എന്ന് പറയണം. ഈ ഡോളറിന്റെ പകുതി അയാൾ തരും. ശരിയാണോ എന്ന് ഒത്തു നോക്കണം. ശരിയാണെങ്കിൽ ഈ പെട്ടി അയാളെ ഏൽപ്പിക്കണം. ശരി. അഥവാ എന്തെങ്കിലും കാരണവശാൽ കസ്റ്റംസുകാർ പിടിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാമല്ലോ? അറിയാം. ജാക്കി നന്നായി ചെന്ന് പറയണം. എക്സാക്ട്ലി. എത്ര നിർബന്ധിച്ചാലും വേറെ ഒന്നും പറയരുത്. നിന്റെ ടിക്കറ്റും പേപ്പേഴ്സും ഹോട്ടൽ റിസപ്ഷനിലുണ്ട്. പോയിക്കോളൂ. സ്പെഷ്യൽ ബ്രാഞ്ച് നാർക്കോട്ടിക് സ്ക്വാഡ് ചെയ്യാണോ? സർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ കൈവശമുള്ള ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട്. അതെ, ചെറുപ്പക്കാരൻ. ഇരുന്നറ. സോറി, അത് പറയില്ല. സാറിന് സൗകര്യം ഉണ്ടെ പിടിച്ചാൽ മതി. കോസ്റ്റായോ, ആ ചെറുക്കൻ ജാക്കിയുടെ പേര് തന്നെ പറയുവോ അതോ രണ്ടെണ്ണം കൊള്ളുമ്പം പ്ലേറ്റ് മാറ്റി നമ്മുടെ പേര് പറയോ? കോശിച്ചായനെ കുറിച്ച് ശേഖരൻകുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നത്? ജാക്കി ഒന്ന് കണ്ടാൽ ഞാൻ 10 കാണുന്നവന്. നാളെ ഈ സമയത്ത് ജാക്കി ലോക്കപ്പിൽ കമ്പി എണ്ണിക്കൊണ്ടിരിക്കും. ഈ അച്ചായ നമുക്കിട്ട് പണിയുമോ? 7 സംവത്സരാലു കാരാഗ്രഹം പറ്റണ്ടി. മനസ്സിലായില്ലേ? 7 വർഷം ജയിലിൽ തള്ളും. ഓടു, ഞാൻ പറയാനുള്ള പറഞ്ഞു. ഞാൻ ചെപ്പിനിട്ടെ 2 കാളുണ്ടായിരുന്നു. വിളിച്ചത് 2 ഒരാൾ തന്നെ. ഒന്ന് ഹോട്ടൽ ബ്രോഡ്വേയിലേക്ക്, 41 മിസ്റ്റർ സുഭാഷ്. രണ്ടാമത്തെ കോൾ നാർക്കോട്ടിക് സ്ക്വാഡ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക്. അറ്റൻഡ് ചെയ്ത് ചെയ്യാം. എന്തായിരുന്നു സംസാരിച്ചത്? നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട്. കോച്ച് തന്നെ സാധനം കൊടുത്തയച്ചിട്ട് അയാൾ തന്നെ ആ ഇൻഫർമേഷൻ പോലീസിന് പാസ് ചെയ്യുന്നു. സ്പെഷ്യൽ സ്ക്വാഡുകാർ സുഭാഷിനെ പിടിച്ചാൽ അത് ആര് കൊടുത്തയച്ചെന്നോ പറയും? ജാക്കി നന്നായിച്ചാണെന്ന് പറയും. എക്സാക്ട്ലി. അവൻ അതേ പറയൂ ലോറൻസ്. അച്ചായന്റെ വളഞ്ഞ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് തലവേദന കൂടിക്കൊണ്ടേയിരിക്കും. നായിന്റെ മോനെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരംതാഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല. സ്വന്തം കൂട്ടത്തിലൊരുത്തിനെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഒറ്റിക്കൊടുക്കുക. അതൊരു 3ാം കട പ്രതികാരത്തിന് വേണ്ടി. നീ ആണാണെങ്കിൽ നേരിട്ട് വാ. ഇതുപോലെയുള്ള പാവങ്ങളെ ഒന്നും വെറുതെ കൊടുക്കരുത്. ശേഖരൻകുട്ടി, നീ ഒന്നുറപ്പിച്ചോ? നീ ഈ നസ്രാണിയെ കണ്ട ദിവസം മുതൽ നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. നൗ യു സ്റ്റാർട്ട് യുവർ കൗണ്ട് ഡൗൺ. കോസ്റ്റായോ, ഞാൻ ചോദിച്ചല്ലേ ഇത് വേണോന്ന്. ഇപ്പൊ എന്തായി? 5-8 കൊല്ലം അവൻ എന്റെ മേലായിരുന്നു. അവന്റെ ബുദ്ധി എനിക്കറിയാം. നമ്മൾ ഇവിടെ ആലോചിക്കുമ്പോൾ അവൻ അത് അവിടെ പ്രവർത്തിച്ചിരിക്കും. അതാ ജാക്കി. 200 ഇരട്ടി ലാഭം കിട്ടുമല്ലോ എന്ന് ഓർത്താ അവനെ ഞാൻ പിണക്കിയത്. എക്സാക്ട്ലി. ഇനി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശേഖരൻകുട്ടി, ഞാൻ അന്നേ പറഞ്ഞതാ ഈ അച്ചായനുമായി ഐക്യമുന്നണി വേണ്ട, നഷ്ടമേ ഉണ്ടാവൂന്നും കയ്യിലുള്ളതും കൂടി പോകുന്നു. മനക്ക് നഷ്ടം തെളിസാ. നിന്റെ തെളിസ. ഞാൻ പറഞ്ഞതിന് എന്നെ അടിക്കണ്ട. അച്ചായനോടുള്ള ദേഷ്യം തീർക്കണമെങ്കിൽ എന്നെ അടിച്ചു.